സതീദേവി പാർവതിയും കാളിയും ഉമയുമായി ജനിക്കുന്ന കഥ പറയാം. ആയിടയ്ക്ക് കശ്യപന്റെയും ദിതിയുടെയും പുത്രനായി വജ്രാംഗൻ എന്ന ഒരു അസുരൻ ജനിച്ചു. ധാർമ്മികനായ ഈ അസുരൻ 1000 വർഷം തപസ്സനുഷ്ഠിച്ചു. സമാധി കഴിഞ്ഞ് വജ്രാംഗൻ കണ്ണു തുറന്ന സമയത്ത് ഭാര്യയായ വരാംഗിയെ സമീപത്ത് കണ്ടില്ല. വജ്രാംഗൻ ഭാര്യയെ അന്വേഷിച്ചും ഫലമൂലാദികൾ സമ്പാദിച്ചും വനത്തിൽ നടക്കവേ വരാംഗി ഒരു മരച്ചുവട്ടിൽ കരഞ്ഞു നിൽക്കുന്നത് കണ്ടു. വരാംഗി ഇങ്ങനെ പറഞ്ഞു: അങ്ങ് സമാധിയിൽ കഴിച്ച കാലമത്രയും ഇന്ദ്രൻ എന്നെ പല പ്രകാരത്തിൽ ക്ലേശിപ്പിച്ചു. അങ്ങ് ജലങ്ങളിൽ വസിക്കവേ ഞാൻ നിരാഹാരയായി മൗനവ്രതത്തിൽ നദീതീരത്ത് താമസിക്കുകയായിരുന്നു. ഇന്ദ്രൻ അവിടെ വാനര രൂപത്തിൽ വന്ന് പൂജാപാത്രം മുതലായവ എടുത്തെറിഞ്ഞു. സിംഹരൂപത്തിൽ വന്ന് എന്നെ ഭയപ്പെടുത്തി. സർപ്പരൂപത്തിൽ വന്ന് എന്റെ കാലുകളിൽ കടിച്ചു. പ്രഭോ, അങ്ങയുടെ ഭാര്യയായ ഞാൻ ഒരു അനാഥയോ? മരിക്കാൻ തീരുമാനിച്ച് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. വജ്രാംഗൻ കോപിച്ചു. ഇന്ദ്രൻ ചെയ്ത അനീതികൾക്ക് പരിഹാരമുണ്ടാകാതെ കൃത്യാന്തരമില്ലെന്ന് നിശ്ചയിച്ച് വീണ്ടും തപസ്സിനൊരുങ്ങി. വജ്രാംഗന്റെ ഉഗ്രനിശ്ചയത്തെ അറിഞ്ഞ് ബ്രഹ്മാവ് പ്രത്യക്ഷനായി ഇങ്ങനെ പറഞ്ഞു: അങ്ങ് എന്തിനാണ് വീണ്ടും തപസ്സിന് ഉദ്യമിക്കുന്നത്? വരം ചോദിച്ചുകൊള്ളുക. വജ്രാംഗൻ പറഞ്ഞു: പ്രഭോ, അസുര സ്വഭാവം എന്നിൽ ഉണ്ടാകരുത് എന്ന കാംക്ഷയോടുകൂടി മാത്രമാണ് ഞാൻ 1000 വർഷം ഇവിടെ തപസ്സു ചെയ്തത്. എന്നാൽ ഞാൻ സമാധിയിൽ ഇരിക്കവേ ഇന്ദ്രൻ യാതൊരു കാരണവും കൂടാതെ ഈ വരാംഗിയെ പല പ്രകാരത്തിൽ പീഡിപ്പിച്ചു. അങ്ങ് പ്രസാദിക്കുന്നു എങ്കിൽ എനിക്ക് ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള സകല ദേവന്മാരെയും തോൽപ്പിക്കത്തക്ക പ്രഭാവത്തോടുകൂടി താരകൻ എന്ന പുത്രൻ ജനിക്കണം. ബ്രഹ്മാവ് അത് അനുവദിച്ചു. വരാംഗി ഗർഭവതിയായി. 12 മാസങ്ങൾ കഴിഞ്ഞ് താരകാസുരൻ ജനിച്ചു. താരകൻ ദീർഘകാലം പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സനുഷ്ഠിച്ചു. ബ്രഹ്മാവ് പ്രത്യക്ഷനായി. താരകൻ പറഞ്ഞു: എനിക്ക് മരണം ഉണ്ടാകുമെങ്കിൽ 7 നാൾ മാത്രം പ്രായമായ കുട്ടിയുടെ കൈകൾ കൊണ്ടാവണം. ആ വരം കൊടുത്ത ശേഷം ബ്രഹ്മാവ് അപ്രത്യക്ഷനായി. വരലാഭം കൊണ്ട് അഹങ്കാരിയായി തീർന്ന താരകാസുരനാകട്ടെ പ്രസേനൻ, ജംബൻ, കാലനേമി മുതലായ അസുരന്മാരോട് ചേർന്ന് സ്വർഗഭൂമി പാതാളങ്ങളെ രോധിച്ചു. ശിവൻ സതീചിന്തയിൽ ആകുലനായി നടക്കുന്ന കാലമായിരുന്നു അത്. താരകാസുരൻ സർവ്വലോകങ്ങളെയും ദിക്പാലകന്മാരെയും ജയിച്ച് ദുഷ്ടന്മാരെ അനുഗ്രഹിച്ച് ശിഷ്ടന്മാരെ നിഗ്രഹിച്ച് ഭൂലോക പെരുമാളായി പല യുഗങ്ങൾ വാണു.